മനുഷ്യൻ വസിക്കുന്ന സ്ഥലത്തേക്കാൾ മൃഗങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് സമയം കൂടുതൽ ചെലവഴിച്ചൊരു മനുഷ്യൻ. വന്യജീവികൾക്കൊപ്പം, വനത്തിനൊപ്പം, വനത്തിൻ്റെ സംഗീതത്തിനൊപ്പം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ശ്രീ എൻ നസീർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വെറും ഫോട്ടോഗ്രാഫറല്ല, പ്രകൃതിയെ പഠിക്കുന്ന, വനത്തെ സ്നേഹിക്കുന്ന, വനജീവികളെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ദീർഘമായ വനവാസത്തിൻ്റെ കഥകളാണ് ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. നമസ്കാരം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നാണ് പൊതുവെ കൂടുതലായി അറിയപ്പെടുന്നത്. ശരിക്കും ഫോട്ടോഗ്രാഫി ആയിരുന്നോ ഈ വനജീവിതമായിരുന്നോ ആദ്യം തുടങ്ങിയത്? വനജീവിതം, കാടിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് പിന്നീട് ക്യാമറ എടുത്തത് തന്നെ. 25 വർഷത്തിന് ശേഷമാണ് ഒരു ക്യാമറ എൻ്റെ കയ്യിൽ വന്നത്. ഓ ശരി. ആദ്യമായിട്ടുള്ള ഈ വനയാത്ര എന്നായിരുന്നു? ഏത് പ്രായത്തിലായിരുന്നു? അത് SSLC കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജോഷി എന്നും പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഫാദർ നമ്മളുടെ വാൽപ്പാറയിൽ വാച്ച് റിപ്പയറാണ്. ഓ ശരി. അപ്പോൾ നമ്മൾ വെക്കേഷനിൽ SSLC ഇതിന് വെക്കേഷന് ജോഷിയുടെ കൂടെ അങ്ങോട്ട് വാൽപ്പാറയിൽ പോയി ഏതാണ്ട് 1 മാസത്തോളം അവിടെ താമസിച്ച്. അത് ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. നിങ്ങൾ ആ കാലത്ത് താമസിച്ചിരുന്നത് എവിടെയാണ്? ഞാൻ പള്ളിപ്പുറത്ത്, പള്ളിപ്പുറം തന്നെയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് വനത്തെ പരിചയപ്പെടുന്നത്. ആ യാത്രയുടെ ഓർമ്മകൾ എന്താണ്? അത് എങ്ങനെയാണ് ആ യാത്ര വ്യത്യസ്തമാകുന്നത്? ചെറുപ്പത്തിലെ ഇത് വായന വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ കാട്, ടാർസൻ ഇതൊക്കെ ഇങ്ങനെ വായിച്ച് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു കാടുണ്ടല്ലോ, അപ്പോൾ അത് ആ ഒരു കാട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് രാവിലെ ഏതാണ്ട് 5 മണിക്ക് 5:30 മണിക്ക് ഒരു ബസ് ഉണ്ട്, പ്രൈവറ്റ് ബസ്. അത് അതിരപ്പള്ളി വഴിയാണ് പോകുന്നത്. അന്ന് അതിരപ്പള്ളിയൊന്നും ഒരു മനുഷ്യനേ ഇല്ല. അങ്ങനെ ഇത് ഏത് വർഷമായിരിക്കും? 80-ലേക്ക്. അപ്പോൾ നമ്മൾ ഈ വാഴച്ചാൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാടൊരു ഗുഹ പോലെയാണ്. അപ്പോൾ ഒരു നമ്മൾ ബസ്സിലെ ക്ലീനർ ബാക്കിൽ ഉണ്ടല്ല, മൂപ്പര് ഒരു വാക്കത്തിയായിട്ട് മുകളിൽ ബസ്സിൻ്റെ മേലെ കയറിയിരിക്കുകയാണ്, കമ്പൊക്കെ വെട്ടി മാറ്റാൻ. പിന്നെ റോഡിലാണ് നിറയെ ആനപ്പിണ്ടം, ഇടയ്ക്ക് മരങ്ങൾ വീണിട്ടുണ്ടാവും. അപ്പോൾ ഇവരിറങ്ങിയിട്ട് അത് വെട്ടും. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ആസ്വദിക്കും. ഇതാണ് കാട്. എൻ്റെ മനസ്സിലെ കാട് മൊത്തം മാറി. ഭയങ്കരമായിട്ട് ഇരുട്ടും ശരിക്കും ഗുഹയിൽ കൂടെ തന്നെ ബസ് പോകുന്ന ആ ഒരു ഫീലായിരുന്നു അത്. പിന്നീട് നമ്മൾ ഒരുപാട് യാത്രകൾ അതിലേ തന്നെ നടക്കുകയും പിന്നെ ഒറ്റയ്ക്ക് നടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ യാത്രയാണ് എന്നെ മാറ്റിമറിച്ചത് തന്നെ ശരിക്കും കാടിനോടുള്ള അടുപ്പിച്ച്. ഈ വനത്തെ ഈ ബസ്സിലിരുന്ന് കണ്ടതും അല്ലെങ്കിൽ ഒരു ജനവാസ സ്ഥലത്ത്, വനത്തിന് നടുവിലെ ഒരു ജനവാസ സ്ഥലത്ത്, വാൽപ്പാറ പോലുള്ളൊരു സ്ഥലത്ത് ഇരുന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വനത്തിനുള്ളിലേക്ക് ഇറങ്ങി തുടങ്ങിയതെന്നാ? എൻ്റെ അമ്മ ടീച്ചറാണ്. അമ്മ ടീച്ചറായിരുന്നപ്പോൾ എല്ലാ വർഷവും എല്ലാ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ എക്സ്കർഷന് പോകും. അപ്പോൾ ഞാൻ പേര് കൊടുക്കും, അമ്മയുടെ പേര് കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ മാറിക്കളയും. ആ പൈസ വാങ്ങും, ചിലപ്പോൾ ഒരു 100 രൂപ 200 രൂപ. എന്നിട്ട് ഈ പൈസ കൊണ്ട് ചാലക്കുടി പോയിട്ട് ബസ്സിന് മലക്കപ്പാറ ആ റൂട്ടിൽ ബസ് യാത്ര തന്നെ, അങ്ങനെ തിരിച്ച് വരലും ഇതൊക്കെ. അതിനിടയിൽ ഞാൻ കരാട്ടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ അതായിരുന്നു. അപ്പോൾ നമ്മളെ കരാട്ടയിൽ വന്ന് ചേർന്ന ഒരു വർഗീസ് ഏട്ടനുണ്ട്, ഫോറസ്റ്റിലാണ്, പുതുവൈപ്പിലുള്ള. അദ്ദേഹം മലക്കപ്പാറയിലാണ് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സീനിയറാണ്, കരാട്ടയിൽ ഞാൻ സീനിയറാണ്. അപ്പോൾ മൂപ്പര് ഞങ്ങളെ എല്ലാവരെയും കൂടിയും മലക്കപ്പാറയിലോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു മലക്കപ്പാറയിൽ പോയി അവിടെ തൊട്ടടുത്തൊരു എസ്റ്റേറ്റിൽ താമസിക്കുന്നു എല്ലാവരും കൂടി. അപ്പോൾ രാത്രി കടുവ വന്ന് പശുവിനെ പിടിച്ചെന്ന് കേട്ട് അങ്ങനെ നമ്മൾ പോയി കാണുകയാണ്, കടുവേനെ കാണാൻ പോവാണ്. പക്ഷേ കടുവോടെ നിൽക്കില്ല, കടുവ പോകുന്നതുകൊണ്ട് ആ ഒരു പ്രായത്തിലുള്ള ഒരു ഇതിലാണ്. കടുവേനെ കണ്ടില്ല. പിറ്റേ ദിവസം പശുവിനെ കീറി പൊളിച്ചിട്ടേനെ കണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പിറ്റേ ദിവസം ഒരു ആദിവാസി കുടിയിലോട്ട് കൊണ്ടുപോയി. മലക്കപ്പാറ തന്നെ. മലക്കപ്പാറ തന്നെ, അടിച്ചൽ തൊട്ടി മുതുവാക്കുടി. എൻ്റെ എല്ലാത്തിലും അത് ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കാടിൻ്റെ അകത്തോട്ടുള്ള യാത്ര. ഗംഭീര യാത്രയായിരുന്നു. ഫുൾ അട്ട കടിച്ച് ആദ്യമായിട്ടാണ് അട്ടയൊക്കെ കടിക്കുന്നത് കാണുന്നത്. പിന്നെ ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങളൊക്കെ കാണുന്നത്, അതൊക്കെ വലിയ അത്ഭുതമായിരുന്നത്. പിന്നീട് ഉള്ള യാത്രകളൊക്കെ അങ്ങോട്ടായിരുന്നു. അന്നത്തെ ആ ആദിവാസി ഗ്രാമത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടോ? ഉണ്ട് ഒരുപാട്. അവിടെ അന്നത്തെ ജീവിതം എങ്ങനെയായിരുന്നു അവരുടെ? ഒരു സ്വർഗത്തിൽ ജീവിക്കായിരുന്നു. അതാണ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു ഇവരെയൊക്കെ. നമ്മളാണ് മനുഷ്യനാണ് അവരതല്ല, അവർ പ്രകൃതിയാണ് അവർ. അത് വലിയൊരു മാറ്റമായിരുന്നു. നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് അത്ഭുതം, പഞ്ചസാര ഇങ്ങനെ തരിയായിട്ട് അവർ പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ലേ, അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുപോലെ ഉപ്പ് അവർ കല്ലുപ്പാണ് കണ്ടതാണ്. അപ്പോൾ സ്പ്രിങ്കിൾ ഇറങ്ങിയൊക്കെയാണ്. അന്ന് ഭയങ്കര പരസ്യമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെ കയ്യിൽ കണ്ടപ്പോൾ ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ് അവർക്ക്. അത്
അതായത് അന്ന് ഉപ്പും പഞ്ചസാരയും പോലും കണ്ടിട്ടില്ലാത്തവരായിരുന്നു അന്നത്തെ ആദിവാസികൾ. അതാണ്. അപ്പോൾ അവരൊരിക്കലും ഇത് മധുരം കൂട്ടി കഴിക്കില്ല. ചായ കട്ടൻ ചായ എടുത്താലും മധുരം ഒന്നും കൂട്ടില്ല. അപ്പോൾ ദാഹം കൂടുമെന്ന് പറഞ്ഞത് അത് കറക്റ്റ് തന്നെയായിരുന്നു. അത് ഈ മുതുവക്കുടി ചെന്ന് അവിടെ അരുണാചലം എന്നും പറഞ്ഞ് മൂപ്പനുണ്ട്, അവരുടെ കാണിക്കാരൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കാടിൻ്റെ അകത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ കാണിക്കാരനെ പറഞ്ഞ പുള്ളിയുടെ ഇവരുടെ സ്വന്തക്കാരനാണ് കുമാരനെ പരിചയപ്പെടുത്തുകയാണ്. കുമാരൻ ചെറുപ്പമാണ്, നല്ല ചെറുപ്പവും. അപ്പോൾ നമ്മൾക്ക് അത്ഭുതം, കുളിക്കാൻ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. കുളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വലിയ ഒരു ഇത് കല്ലിൻ്റെ ഇടയിലാണ് വെള്ളം ഇങ്ങനെ ചാടുകയാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കുളിക്കുമ്പോൾ നമ്മൾ മേലോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുമാരൻ ആ പാറയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടമാണ് ഈ കയത്തിലോട്ട്. ഞെട്ടിപ്പോയി നമ്മൾ. അപ്പോൾ ഏത് കായം, പിന്നീട് ഞാൻ കുമാരനെ കുറിച്ച് എഴുതിയാണ്, ഏത് കായം എത്താത്ത ഇതിൽ കണ്ടു കഴിഞ്ഞാലും കുമാരൻ ചാടി നീന്തി ഏത് കയറാത്ത മരത്തിലും കയറും, ഏത് പാറയിലും കയറും. അങ്ങനെ ഒരു അത്ഭുത മനുഷ്യനായിട്ട് നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള അത് തന്നെ. അപ്പം നമ്മൾ പിന്നെ കുമാരനെ ഫോളോ ചെയ്യണേ. കുമാരനെ മനസ്സാ ഗുരുവായിട്ട് സ്വീകരിച്ച് കുമാരൻ്റെ കൂടെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു യാത്ര, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയും ഏറ്റവും ലാസ്റ്റത്തെ ബസ്സിന് പോകലായി ആ വഴിക്ക്. അപ്പോൾ ഒരു ചേരൻ്റെ ബസ്സുണ്ട്, അത് ഏതാണ്ട് 4-5 മണിക്കാട്ടെ ഈ പത്തടിപ്പാലം എന്ന ആ സ്റ്റോപ്പിൻ്റെ പേര്. അവിടെ നിർത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും നിർത്തുള്ളൂ. അപ്പോൾ അവിടെ നിർത്തി കഴിയുമ്പോൾ ബസ്സിലുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കും, ഇവനെന്താ ഇവിടെ ഇങ്ങനെ കൊടുങ്കാടാണ്, അവിടെ സ്റ്റോപ്പൊന്നുമില്ല. ആന ഉണ്ടാവുന്ന പറയും. അപ്പോൾ നമ്മളൊരു ആന അറിയാമെന്ന് പറയും. എന്നിട്ട് ആ രാത്രി നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ രാത്രി നടക്കാനുള്ള വഴിയൊക്കെ പിന്നെ ഇതായി. അപ്പോൾ കുറച്ച് നടക്കുമ്പോൾ ലൈറ്റ് ഉണ്ട്, പ്രകാശമുണ്ട്. അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പരന്ന പാറ, ഇപ്പോഴത് ഓർമ്മയുണ്ട്, പരന്ന പാറ, അവിടെ കിടക്കും ഞങ്ങള്. അങ്ങനെയുണ്ട്. എത്ര പേരുണ്ടാവും ആ യാത്ര? ഇല്ല, അത് ചിലപ്പോൾ 2 പേരൊക്കെ ഞാനും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരു തവണ ചെന്നപ്പോൾ നല്ല ഇരുട്ടായി. അപ്പോൾ ഞാൻ ഈ പാറയുടെ അടുത്ത് എനിക്ക് സംശയം വഴി തെറ്റുമെന്ന്. അപ്പം മരം തപ്പി നോക്കി. ചില മരങ്ങൾ നമുക്ക് ഭയങ്കര ഇതുണ്ട്. അപ്പം മരം തപ്പി ഇത് ഈ വഴി തന്നെയാണ്. ഇപ്പം എൻ്റെ കൂടെ വന്നൊരു ജയരാജ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, അവന് ഭയങ്കര അത്ഭുതം തോന്നി. കാടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അടിച്ചത്തോടി മുതക്കുടിയിലോട്ട് ചിലപ്പോൾ പട്ടികൾ കിടക്കണപ്പോഴത്തേനും അവർ, അപ്പോൾ ഈ മുത്തയ്യ എന്ന് പറഞ്ഞു കുമാരൻ്റെ ജ്യേഷ്ഠൻ, ഇവരൊക്കെ പറഞ്ഞ് ഇത് ഫോട്ടോ പിടിക്കണം ഷാർന്ന് വിളിക്കണം ഒരു ഷാർ. നമ്മുടെ ചെറിയ പയ്യാണ്, ഇത്രയുള്ളൊരു ക്യാമറ ഉള്ളൂ, കൂട്ടുകാരൻ്റെ അടുത്ത് കടം വാങ്ങിയ ക്യാമറ, അവരായിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാത്രി ആരും ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു തവണ ഇതുപോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുമില്ല. അപ്പോൾ കുമാരൻ കാട്ടി പോയേക്കാണ്. 4 ദിവസം എന്നാണ് അവർ ഒരു ഗ്യാങ് പോയി തേനെടുക്കാൻ പോയേക്കാന്ന് പറഞ്ഞു. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്താ? ഈ തേനെടുക്കൽ, പിന്നെ തെള്ളി, പിന്നെ ഇത് നമ്മൾ കുന്തിരിക്കാൻ പോലത്തെ അത് ജാതിപത്രി, അതൊക്കെ എടുക്കല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ. പിന്നെ അവര് ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. അവരുടെ പ്രധാന കൃഷി നെല്ലുണ്ട്, അവരുടെ പ്രത്യേക നെല്ലാണ്. അത് ഏറ്റവും രസം, അന്ന് പറിച്ച് അന്ന് തന്നെ കൊയ്ത് അന്ന് തന്നെ ചോറുണ്ടാക്കി, അങ്ങനെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെന്ന് രാത്രിയെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ കുമാരനില്ല, പിറ്റേ ദിവസം വരുള്ളൂ എന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ ഇതുപോലെ ഒരു ലൈറ്റ് ഇങ്ങോട്ട് വരെയാണ്. അപ്പോൾ ടോർച്ച്, അവർ ഹെഡ് ലൈറ്റ് ഒന്നുമില്ല, ടോർച്ച് ഇവിടെ തലയിൽ ഇങ്ങനെ തുറന്നുകൊണ്ട് കെട്ടി വെക്കും. അങ്ങനെയാണ്. നോക്കുമ്പോൾ കുമാരൻ ഇത് വന്നേക്കാണ്. മഴയും പെയ്യുന്നുണ്ട്, നനഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ വന്ന് ഇത് ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുമാരൻ്റെ ചേട്ടനൊക്കെ വന്നപ്പോൾ പറഞ്ഞാൽ അവൻ അന്ന് അവിടെ കിടന്നിട്ട് വന്ന് ചാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് എങ്ങനെ, ഇത് ഭയങ്കര നമ്മൾ ആൾക്കാരോട് പറഞ്ഞാൽ അതുകൊണ്ട് ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ കുമാരൻ്റെ കൂടെ എന്തൊക്കെയായിരുന്നു ഈ പ്രധാന യാത്രകൾ എന്ന് പറയുന്നത്? അവിടുന്ന് പരിസരത്തുള്ള വനങ്ങളിലേക്കാണോ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ ആക്ടിവിറ്റീസ്? ഒന്ന് അവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടമുണ്ട്, ഒരു മാവേലി മേട് കുത്ത് എന്നും പറഞ്ഞു. അപ്പോൾ അവിടെ പോകണം എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് അവിടെ പോകാൻ പറയാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവനോ കുറച്ച് പോസ്റ്റ് കാർഡ് 15 രൂപ 15 പൈസ അത് മേടിയും. എന്നിട്ട് അടുത്തിൽ വീട്ടിലോട്ടും കൂട്ടുകാർക്കൊക്കെ എഴുതിയിട്ട് ഇവർ ഈ നമ്മുടെ കുമാരൻ്റെ കൂട്ടുകാർ മലക്കപ്പാറയിൽ പോകും. മലക്കപ്പാറയിൽ പോകുമ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ വീട്ടിൽ കിട്ടിക്കോളും. അതെ, ഇന്നൊക്കെ ആണെങ്കിൽ ടെൻഷനാണ്. ഫോണും കൂടി ഉണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. അന്ന് അങ്ങനെ പ്രശ്നമില്ല, വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഒരു കുഴപ്പമില്ലാത്ത ആ ഒരു ടെൻഷനില്ല, ഒന്നുമില്ല. പിന്നെ അന്ന് ചെരുപ്പൊന്നും ഇടില്ല ഞാൻ. അങ്ങനെയൊക്കെയാണ്. അന്നൊക്കെ ഫുൾ. ഇപ്പം ചെരുപ്പ് ഇടും, ഇപ്പം എവിടെ പോയാലും കുപ്പിച്ചിലും ബിയറിൻ്റെ ബോട്ടിലിൻ്റെ കുപ്പിച്ചിലൊക്കെ ഇതൊക്കെ കാണുന്നില്ല. അന്ന് അങ്ങനെയില്ല, കാട് നല്ല സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ ഇവരെ പോലെ വള്ളിപ്പടർപ്പും മുള്ളും ഒക്കെ കാടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാടായ തീരാണ്. അപ്പം അതുപോലെ ഇവരുടെ മൂവ്മെൻറ്റുകൾ, നടത്തമൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നേരത്തെ വള്ളിപ്പടർപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുമാരൻ ഈ മുള്ളിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ഞാൻ ശ്രദ്ധിച്ചു. കൈ ഇങ്ങനെ വെക്കും, കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട്
കുനിഞ്ഞിട്ടൊറ്റ പോക്കാണ് പെരയിലോട്ട്. അപ്പം ഇവിടെയൊക്കെ ചിലപ്പോൾ കീറിയിട്ടുണ്ടാവും, മുഖത്ത് പക്ഷെ ഒരു പ്രശ്നവും പറ്റില്ല, കാരണം കണ്ണൊക്കെ അതെ. അപ്പം അങ്ങനെ കുമാരൻ്റെ കൂടെ അപ്പം ഈ മാവേലിമേട് കുത്തിൽ പോയത് ഞാൻ, കുമാരൻ, പിന്നെ ഒരു ചെമ്പൻ എന്ന് പറഞ്ഞ കുമാരൻ്റെ ജ്യേഷ്ഠനുണ്ട്. അത് ഏത് പാറയിലും വരാന്ന് പറയണ ഏത് വരയിലും ഏത് മരത്തിലും ആരും കയറാത്ത മരത്തിലും തേനെടുക്കുന്ന ഒരാളാണ് ചെമ്പൻ. ഭയങ്കരമായിട്ടും മരത്തിൽ കയറുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരും കൂടിയാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഈ മാവേലിമേട് കുത്തെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു വന്നിട്ട് വെള്ളച്ചാട്ടമാണ്, പിന്നെ വെള്ളം ഒറ്റ പോക്കണം താഴോട്ട്. അതിൽ ഏറ്റവും രസം ഇതിന് തൊട്ടടുത്തുള്ള മരത്തിൽ വലിയൊരു വള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഊഞ്ഞാല് പോലെ. അപ്പൊ ഇതില് ഞാൻ നോക്കിയപ്പോൾ കുമാരൻ ഇതിലിരുന്നിട്ട് ആദ്യം നേരെ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് പോകും. അപ്പൊ ആദ്യം കുറെ നേരം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവനോട് ഷാരെ പിടിച്ചിരുന്ന ഷാരെന്ന് വിളിക്കണം, പിടിച്ചിരുന്നോളെന്ന് പറയും. രണ്ടുപേര് തള്ളി വിടും. അപ്പൊ ആദ്യം നമുക്ക് ഭയന്നു, കാരണം താഴെ വലിയ താഴ്ചയിൽ വെള്ളം ചാടുന്ന സ്ഥലമാണ്. അത് വലിയൊരു അനുഭവമാണ്. ഈ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ യാത്രകളിലെ ഈ മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാൻ പറ്റും? ഈ നേരത്തെ പറഞ്ഞ മുതിർന്നമാര് അവരുടെ കുറച്ച് സ്വന്തക്കാര് പറമ്പിക്കുളത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ അവര് മലക്കപ്പാറയിലൊരു സ്ഥലത്ത് റേഷൻ വാങ്ങാൻ വരും. അപ്പൊ അവരുടെ കൂടെ പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ അവിടെ നിന്ന് നടന്ന് പറമ്പിക്കുളത്ത് പോകാന്ന്. അപ്പൊ അങ്ങനെ അവരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ഞങ്ങള്. അപ്പൊ ഇവര് റേഷൻ വാങ്ങാൻ വന്ന് അപ്പൊ ഇവരുടെ കൂടെ തിരിച്ച് അങ്ങോട്ട് പോകണു. എന്നിട്ട് അവരുടെ അവിടെ 2-3 ദിവസം നിന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ജയനും പറഞ്ഞു. എന്നിട്ട് രാവിലെ കപ്പയൊക്കെ പുഴുങ്ങി ഒരു കലത്തിലൊക്കെ തന്ന്. അവരുടെ പ്രധാന ഭക്ഷണം എന്താ? അത് കപ്പയായിരുന്നു. കപ്പ. പിന്നെ ഇവര് 2 നേരം ഭക്ഷണം കഴിക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ചോറും സാമ്പാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതൊക്കെ ആയിട്ടുള്ള അങ്ങനെയാണ്, കുറെ പച്ചക്കറി എല്ലാം കൂടെ. അതെ, അത്ര ഒരു പുഴുങ്ങിയ പോലെ അത് തന്നെ. പിന്നെ വൈകിട്ടും കഴിക്കുള്ളൂ. ഇടയിൽ ചിലപ്പോൾ എല്ലാം കഴിച്ചെങ്കിലായി, ഇല്ലെങ്കിൽ കഴിക്കും. നോൺ വെജ് കഴിക്കില്ലേ? കഴിക്കും. അത് ചിലപ്പോൾ അവര് അന്നൊക്കെ അവര് ചിലപ്പോൾ വേട്ടയാടി എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടും. ഇത് എന്തൊക്കെ മൃഗങ്ങളാണ് സാധാരണ വേട്ടയാടുന്നത്? മലയണ്ണാന, മാൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലും. അങ്ങനെയൊക്കെ ഞങ്ങൾ ആദ്യം പോയ അങ്ങനെയൊക്കെ മൊയൽ കാണും. മൊയൽ. അതെ. നമ്മളിവിടുന്ന് മീൻ കൊണ്ടുപോകാറുണ്ട്, മീൻ കൊണ്ടുപോയവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മള് ചെറായിക്കാരാണല്ലോ, വൈപ്പിങ്കരക്കാരാണ്. അപ്പൊ നമ്മള് മുതോക്കുളയിൽ നിന്ന് രാവിലെ നടക്കാണ് പറമ്പിക്കുളത്തോട്ട്. നടന്ന് ആ നടത്തത്തിൽ ഒരുപാട് കാട്ടുപോത്ത്, ആന, കാണാത്ത ജീവികളില്ലെന്ന് പറയാം. അങ്ങനെ അവിടെ വൈകിട്ട് പറമ്പിക്കുളത്ത് ചെല്ലുന്നു. പറമ്പിക്കുളം സെൻറ്ററിൽ അവിടെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ താടി വളർത്തി 2 പേര് അവിടെ, ഒരാൾ താടി വളർത്തിയിട്ട് വന്നിട്ട് നിങ്ങൾ എവിടെ നിന്ന് തന്നെ? അപ്പോൾ ഞങ്ങൾ ബസ്സിന് വന്നിറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, ഇതിലെ നടക്കാൻ പാടില്ലെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഫോറസ്റ്റ് ഗാർഡാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഫോറസ്റ്റുകാർ താടി, നമ്മൾ പോലീസിനെ പോലെ ക്ലീൻ ഷേവ് അങ്ങനെ മീശ ഇതൊക്കെ ആയിട്ടിരുന്ന ഇയാൾ പറ്റിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ വൈൽഡ് ലൈഫ് അസിസ്റ്റൻറ്റ് ഒരു അപ്പൂട്ടൻ സാറുണ്ട്. മൂപ്പർക്ക് ഞാൻ കത്തൊക്കെ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂട്ടൻ സാറ് വന്ന് പുള്ളി എന്നെ പരിചയമോ ഇല്ലാത്ത പോലെയായിരുന്നു, കാരണം കാട് അതിക്രമിച്ച് കിടന്ന ഇവരെ പറമ്പിക്കുളത്ത് മെയിൻ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡയറി എടുക്കുകയാണ്. എപ്പോഴും ഡയറി എഴുതേണ്ട സ്വഭാവം ഉണ്ടായിരുന്നു അന്ന്. ഡയറി മറിച്ച് പോയി കഴിഞ്ഞപ്പോൾ കാട്ടുപനങ്കാക്കേനെ കണ്ട്, കാട്ടുപോത്തിനെ കണ്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ജെനുവിൻ ഇതാണെന്നുള്ളത്. പിന്നെ അവർ ഫുഡൊക്കെ മേടിച്ച് തന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ നടന്ന് വരാൻ പാടില്ല. അങ്ങനെ അപ്പൂട്ടൻ സാറായിട്ട് കൂടുതൽ അടുത്ത് ഞങ്ങളൊരു വനസീമ നേച്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബൊക്കെ തുടങ്ങി. പുള്ളിയാണ് എൻ്റെ അഡ്വൈസിങ് ഇതൊക്കെ വന്നിരുന്നത്. അപ്പൊ അങ്ങനെയാണ് പറമ്പിക്കുളത്തോട്ടുള്ള ഫസ്റ്റ് എൻട്രി വന്നത്. ഈ പറമ്പിക്കുളത്തേക്ക് എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? അത് ബസ്സിന് നമ്മള് പൊള്ളാച്ചിയിൽ വന്നിറങ്ങും. തലേന്ന് പൊള്ളാച്ചിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ രാവിലെ 6 മണിക്ക് ഒരു ബസ്സുണ്ട്. അപ്പോൾ പൊള്ളാച്ചിയിൽ ബസ് സ്റ്റാൻഡിൽ കിടക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ ആ ബസ്സിന് കയറി ഇവിടെ വന്നു വരും. പിന്നെ ഇവരുടെ കൂടെ തന്നെ അങ്ങനെ കാട്ടിൽ നടക്കലും ഇതൊക്കെ. ക്യാമറ ഒന്നും ഇല്ല അങ്ങനെ അന്ന്, ക്യാമറ ഒന്നും കാര്യം. അന്നത്തെ ആകപ്പാടെ ഈ കാഴ്ച കണ്ടതിന് ശേഷം ഈ ഡയറിയിൽ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. എം കൃഷ്ണൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാട്ടിൽ പോകുമ്പോൾ പേസ്റ്റ് വരെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, പച്ച ഡ്രസ്സായിരിക്കണം. ഇതൊരു ഗൈഡ് ബുക്ക് ഉണ്ട് പുള്ളിയുടെ, ഫോട്ടോഗ്രാഫി ഗൈഡ് എന്ന് പറഞ്ഞു. ക്യാമറ ഒന്നും ഇല്ല, എന്നാലും ഇത് ഫോളോ ചെയ്യാമല്ലോ, നമുക്ക് ഡ്രസ്സൊക്കെ ഫോളോ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കേട്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടാലും അതൊന്ന് ഇന്ന വർഷം കണ്ട് ഇന്ന ഡേറ്റിൽ കണ്ടെന്ന് എഴുതി വെക്കാൻ പറ്റും. അതിപ്പോഴും എനിക്ക് ഗുണമായി. എൻ്റെ എഴുത്തിൽ
ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. അന്ന് കണ്ടതും ഇന്ന് കണ്ടതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ കേരളം മുഴുവനുള്ള യാത്രകൾക്കിടയിലാണ് ഈ പശ്ചിമഘട്ട സംരക്ഷണ യാത്ര എന്ന് പറഞ്ഞൊരു യാത്രയിൽ വരുന്നത്. അത് ഈ കാലഘട്ടത്തിലാണോ? അതെ, അത് 86, 85 ആ കാലഘട്ടത്തിൽ. എന്തായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം? പശ്ചിമഘട്ടത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള പഠിക്കുക. ഏതാണ്ട് സൈലന്റ് വാലി ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയമാണ്. അപ്പോൾ ജനങ്ങളായിട്ട് വളരെ ഇടപഴകിയിട്ടുള്ളൊരു ഇതായിരുന്നു. ജനങ്ങൾ തന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരേ വീടുകളിൽ നിന്നാണ് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നത്. അത് എവിടെ നിന്നായിരുന്നു ഈ യാത്ര ആരംഭിച്ചത്? കന്യാകുമാരിയിൽ നിന്ന്. എന്നിട്ട് പശ്ചിമഘട്ടം ഫുള്ളായിട്ട് 3 മാസത്തെ ഇതായിരുന്നു. അപ്പോൾ എനിക്ക് 20 ദിവസം തന്നു. അത് കഴിഞ്ഞ അത് ഏത് ഭാഗത്തായിരുന്നു യാത്ര ചെയ്തത്? 20 ദിവസം കന്യാകുമാരിയിൽ നിന്ന് മൂന്നാർ വരെ. ഡ്രസ്സൊക്കെ ഒരു വണ്ടിയിൽ വരും, നമ്മൾ നടന്ന് അങ്ങനെ പോകുന്നു. പിന്നെ ആൾക്കാരായിട്ട് സംസാരിച്ച് കന്യാകുമാരിയിൽ നിന്ന് നടന്ന് തിരുവനന്തപുരം ഇങ്ങോട്ട് കയറി മലപ്രദേശങ്ങളിലൂടെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ആ സ്ഥലം ഇത് ചെയ്യുന്നില്ല. പക്ഷേ അന്ന് മഴയുണ്ട്. ഞങ്ങളൊരു പുഴ ക്രോസ് ചെയ്യണം, ഒരു ചെറിയ തോട് പോലത്തെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാൻ മാർഷ്യൽ ആർട്സ് ഒക്കെ തുടങ്ങിയ ഒരു സമയമാണ്. അഭ്യാസം വലിയൊരു ഇതൊക്കെ ഉണ്ട് ഉള്ളിലൊരു അല്പം അഹന്തയൊക്കെ. അപ്പോൾ നമ്മളൊരു കുടയം ഉണ്ട്, പുഴ ക്രോസ് ചെയ്യണം. പെട്ടെന്ന് വെള്ളം കൂടി ഒറ്റ അടിയാണ്. അടിച്ചിട്ട് ഞാൻ വെള്ളത്തിലോട്ട് പോയി. കുടയും പോയൊക്കെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കയറി എല്ലാവരും ഒന്ന് പേടിച്ചു. ഞാൻ അപ്പുറത്തുകൂടെ കയറിയത്. അപ്പോൾ കുടയും പോയി, എല്ലാം പോയി, എൻ്റെ അഹന്തയും പോയി. ഇതേപോലെ തന്നെ ഈ ഇത്രയും ദീർഘമായ 10-45 വർഷത്തെ ഈ വനയാത്രകൾക്കിടയിൽ ഇതുപോലെ ഭീതിപ്പെടുത്തിയ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. മൃഗങ്ങളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, മനുഷ്യരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് പറമ്പിക്കുളത്ത് തന്നെ നമ്മൾ വേഴാമ്പലിൻ്റെ നെസ്റ്റ് അന്വേഷിച്ച് കിടക്കുകയാണ്, കൂടുകൾ കണ്ടുപിടിക്കൽ. അപ്പോൾ BNHS ബോംബെ നാച്ചുറൽ സൊസൈറ്റിയിൽ നിന്ന് അവിടെ വർക്ക് ചെയ്യുന്നൊരു ലേഡിയുണ്ട്. പിന്നെ ഒരു വാച്ചറും കൂടിയും. ഒരു കൊമ്പൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നല്ല തിക്ക് ഏരിയയാണ് പറമ്പിക്കുളത്തുള്ള. അവിടെ ഒരു വാച്ചറിൻ്റെ കൂടെ പോയിട്ട് നമ്മൾ കൂട് ഇങ്ങനെ അന്വേഷിക്കലും. അതെങ്ങനെയാണ് ഈ ശബ്ദം? ശബ്ദവും ഉണ്ടാവും. പിന്നെ ആദിവാസികൾക്ക് ഒക്കെ അറിയാൻ പറ്റും അവിടെയൊക്കെ നെസ്റ്റ് ഉണ്ട് എന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് വരുന്ന ശബ്ദവും ഇതൊക്കെ. പിന്നെ കൂടുണ്ടെങ്കിൽ തന്നെ അതിന് ചുറ്റുമുള്ള ഭാഗത്തെ ഇലകളിൽ കാഷ്ടത്തിൻ്റെ അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഈ വാച്ചർ ഞാൻ ഒരു നെസ്റ്റ് ഉണ്ട് സാറേ, അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. സാറേ അവിടെ വേട്ടക്കാരുണ്ടെന്ന് പറഞ്ഞു. വേട്ടക്കാരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് എത്ര പേരുണ്ടെന്ന്. അപ്പോൾ 3 പേരുണ്ടെന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഈ വർഷം ഒരുപാട് കടന്നുപോയി. ഞാൻ എൻ്റെ മാർഷ്യൽ ആർട്സിലും പിന്നെ ആത്മവിശ്വാസം, കാട്, നമ്മളുടെ ഒരു വീട് പോലെ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ പതുക്കെ ചെല്ലുകയാണ്. നിങ്ങൾ എത്ര പേരാ ഉള്ളത്? ഞങ്ങൾ 3 പേരാണ്. ഒരു പെൺകുട്ടി, ഞങ്ങൾ 2 പേരും. അപ്പോൾ ഞങ്ങളൊരു പാറയുടെ അവിടെ നിന്ന് ഇങ്ങനെ മറഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞ് ഈ പെൺകുട്ടീനെ പാറയിലോട്ട് കയറ്റി അവൾ അവിടെ കയറുന്നു. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം 4 പേരെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ 5 ആയി, പിന്നെ 6 ആയി. ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പാറയുടെ മറയാണ്, പക്ഷെ ഒരാളുടെ തല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഇങ്ങനെ പോയി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇച്ചിരി ഷോർട്ട്സ് ഇട്ടിട്ട് ഗംബൂട്ടൊക്കെ ഇട്ടൊക്കെയാണ്, നല്ല കട്ട സൈസ്. അവൻ വന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് അവിടെ നിന്ന് എന്തോ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ചന്ദനമാണ്. അപ്പോൾ വേട്ടക്കാരല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ചന്ദനമാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ വാച്ചറിനോട് പറഞ്ഞ് നീ പോയിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ചോണ്ടോ, ഗണ്ണ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും അവിടെ ഇരിക്കുകയാണ്. ഇവൻ പോയി 1 മണിക്കൂർ കഴിഞ്ഞ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫോറസ്റ്റർ വന്ന്, സുമേഷ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു വാച്ചറും. അപ്പോൾ അവർ 2 പേരുണ്ട്. അപ്പോൾ ഞാൻ ഗണ്ണ് എവിടെയാന്ന് വെച്ച്, അത് എൻ്റെ പൊന്ന് ചേട്ടാ വടക്കോട്ട് വെച്ചാൽ തെക്കോട്ട് പോകും, അങ്ങനെയാണ് അന്നത്തെ ഒരു ഇതാണ്. അപ്പോൾ അതാണ്. പിന്നെ വേറൊരു സെറ്റ് റേഞ്ച് ഓഫീസറെ കൂടി വേറെ സൈഡിൽ നിന്ന് വരണ്ടെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പിടിക്കാൻ വരാം, പക്ഷേ എൻ്റെ കൂടെ നിന്നാൽ മതി, ഓടരുതെന്ന് പറഞ്ഞു. ഒട്ടും ഓടരുത്, എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു എൻ്റെ കയ്യിലന്ന് ഒരു സാധാരണ കാട്ടിപ്പോകുമ്പോൾ ഒരു കത്തി വെക്കും, ആൾക്കാരെ കൊണ്ടാണെന്നില്ല, എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ കത്തി ഊരി ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ച്, കാരണം വല്ല പിടിവരും നമ്മളെങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതന്നെ. അപ്പോൾ അവനെ നമ്മൾ ഇത് ചെയ്യണ്ടല്ലോ. ഞങ്ങൾ പതുക്കെ നടന്നൊരു മരത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്, ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്തേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സൈന്യത്തിനെ നോക്കി. അപ്പോൾ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. ഈ വാച്ചറൊക്കെ ചെറിയ പയ്യനാണ്, 2 പയ്യന്മാരും ഉണ്ട്, ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ നേരത്തെ പറഞ്ഞ കട്ട അയാളൊരു
കത്തി, വലിയൊരു കത്തി, വാക്കത്തിയായിട്ട് ഞങ്ങളെ നേരെ വരാം. ഞങ്ങളെ കണ്ടിട്ടില്ല, കഴുകാൻ എന്തോ വരല്ല. ഞാനങ്ങോട്ട് മാറി. അപ്പോൾ ഇവരൊക്കെ പറയണത് ഇവർ പേടിച്ചു വന്നിട്ട് ശബ്ദൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നിട്ട് ഓടി ചെല്ലാണ്. ഇവൻ്റെ നേരെ ചെല്ലാണ്, ഇവൻ കത്തിയിട്ട് ഓടിക്കളഞ്ഞു. ഞാനങ്ങോട്ട് ഓടിയൊരു സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു 5-8 പേരുണ്ട്. പടന്ന് ഓടിയിടും. ഒരുത്തരം ഓടി വരില്ല. അവനെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിഞ്ഞുകൂടെ നിലത്ത് വീണവൻ. നിലത്തുകൊണ്ട് ചവിട്ടി പിടിച്ച് തിരിച്ചിട്ടിട്ട് ഇവൻ്റെ മുണ്ടൂരി. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണേ. അത് കീറിയിട്ട് ഇവൻ്റെ കൈ ചവിട്ടി ബാക്കോട്ട് കൈ തിരിച്ച് കെട്ടി. ഇത് സംഭവിച്ചാണ്. എനിക്ക് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. കാരണം കൈ ബാക്കിൽ കെട്ടിയിട്ട് ആർക്കും ഓടാൻ പറ്റൂല. അപ്പൊ അതെന്റെ മൈൻഡിൽ കിടക്കണ്ട്. കാരണം പോലീസുകാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൈ ബാക്കോട്ട് തിരിച്ച് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടോ. ബാക്കിയുള്ളവർ ഓടി. അപ്പോഴത്തേനും ഞങ്ങളുടെ ഈ റേഞ്ച് ഓഫീസറും കുറച്ച് പേരൊക്കെ കൂടി അപ്പുറന്ന് കയറി വന്ന് ഇയാളെ പിടിച്ച് അവിടെ ഇട്ടിട്ട്. അപ്പം ഞാൻ അപ്പോഴത്തേനും ഒരു വെള്ളത്തിൽ അവിടെ ഇറങ്ങി കൈയും കാലൊക്കെ കഴുകണം. അപ്പോൾ ദേ സാറേ ഒരുത്തനും കൂടി പോകണമെന്ന് പറഞ്ഞ് പോകണമെന്ന് പറയാല. വലിയൊരു കട്ടയുണ്ടായിരുന്നു, മരക്കട്ട, ഒറ്റ എറിച്ചു കൊടുക്കും. അവൻ നിലത്ത് വീണ് ഓടിച്ച്, നല്ല ഹൈറ്റുള്ളതാണ്. അവനെ പിടിച്ചു. അപ്പോഴത്തേനും ഇവരെ കൂടി വന്നിട്ട് ഏറ്റവും വലിയ തമാശ, ഫോറസ്റ്റും ഈ ഗാർഡുമാർ വാച്ചർമാരും കൂടി ഈ അടിക്കണ ഫോറസ്റ്റ് അടിക്കണ വാച്ചറിനോടും, വാച്ചർ അടിക്കണ ഫോറസ്റ്റിനും കൊള്ളും. ഇവൻ്റെ മേത്ത് അടിയൊന്നും കൊള്ളുന്നില്ല. ഫോറസ്റ്റിൻ്റെ ഷോൾഡറിന് എന്തോ പറ്റുകയൊക്കെ ചെയ്ത് ഇങ്ങനെ. പിന്നെ ഇവനെ പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിൽ കിടപ്പുന്നുണ്ട്. ഇങ്ങനെ ഒരു കെട്ട് ഇത് ചന്ദനവും വറക്കവാളും എല്ലാം ഉണ്ടായിരുന്നു. അന്തർ സംസ്ഥാന ചന്ദന കള്ളന്മാരാണ് ഇവർ. അത് നമ്മളൊരു ധനേഷ് കുമാർ എന്നൊരു DF ഉണ്ട്, കള്ളന്മാരെ ഒക്കെ പിടിക്കും. നമ്മൾ എഴുതുന്നുണ്ട്, ഗംഭീര കക്ഷിയാണ് അദ്ദേഹം. ഇത് കേട്ടിട്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് രാത്രി വന്ന് ഫോട്ടോ എടുത്ത് കാണിച്ച് ഇവരാണോ എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ഇവരെ അന്വേഷിച്ച് കുറേ കാലം നടക്കണേന്നാണ്. അല്ല, അവരെ എന്നിട്ട് പിന്നെ പിടിച്ച് എന്നിട്ട് പിന്നെ അത് കേസ്. പിന്നെ അവർ കോയമ്പത്തൂർ ഇവരെ സേലത്താട്ട് പോയിട്ട് ഇവരെ കൂട്ടത്തോടെ അവരെ പിടിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു വരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മളുടെ ഈ കരാട്ടെ അതുകൊണ്ട് തന്നെ അത് 10-25 വർഷമായിട്ട് അവിടെ ചന്ദനം പോകുന്നുണ്ട്. പക്ഷെ ആദിവാസികൾക്കായിരുന്നു പേര്. അപ്പൊ അവർക്ക് ഇപ്പോഴും ഒരു കൊമ്പൻ കുര്യാർകുട്ടി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എന്നെ ഭയങ്കര കാര്യം അവർക്ക്. കാരണം അവർ പിടിച്ചെന്നുള്ള ഭയങ്കര കാര്യം അവർക്ക്. അതങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച്, അല്ലാണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. ഇതേപോലെ തന്നെ മനുഷ്യൻ വനത്തിനുള്ളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ വെല്ലുവിളി ഉയർത്തിയ സംഭവങ്ങളൊക്കെ ഈ യാത്രകളിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഒന്ന്, നമ്മൾ ഈ മലക്കപ്പാറയിൽ നേരത്തെ ഞാൻ പറഞ്ഞ വർഗീസ് ചേട്ടൻ ഫോറസ്റ്റ് ഗാർഡാണ്. മുപ്പറ്റൂടെ നടക്കുകയാണ്, കാട്ടിലൂടെ നടക്കുമ്പോൾ ശബ്ദം കേട്ട് ഞങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞ്, നസീർ അത് തോട്ട പൊട്ടിക്കുന്നത്, ഇവന്മാരെ കുറേ കാലം അന്വേഷിച്ച് നടക്കണം, പിടിക്കാൻ വേണ്ടി നടക്കണം. തോട്ട നദിയിലല്ലേ പൊട്ടിക്കുന്നത്? അപ്പോൾ ആ ശബ്ദം ഭയങ്കരമായിട്ട് ചെറിയ മീനൊക്കെ ചാവുമല്ല. ഇവർക്ക് നായാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. രാത്രി നായാട്ട്, പകല് മീൻ പിടുത്തോളം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കന്ന് അവരെ പിടിക്കാം. അന്ന് ഞാൻ ബ്രൗൺ ബെൽറ്റ് ഗ്രീൻ സീനിയറായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓറിസോട്ടം പറഞ്ഞു അന്ന് പിടിക്കാമെന്ന് പറഞ്ഞ്. ഞങ്ങൾ പതുക്കെ ചെന്നപ്പോൾ 2 പേര് ഇതുപോലെ തന്നെ ഒരുത്തനത്ത് വെള്ളത്തിൽ ചാടി നീന്തി, മറ്റവനെ പിടിച്ച് ഞങ്ങൾ പിടിച്ച്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ കാട്ടി കയറൂല അവർ. ഈ 10-40 വർഷം കഴിഞ്ഞല്ലോ ഇങ്ങനെ വനത്തിലൂടെയുള്ള യാത്രകൾ തുടങ്ങിയിട്ട്. അക്കാലത്തെ ഈ നായാട്ടുകാർ അല്ലെങ്കിൽ വനം കൊള്ളക്കാർ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് അവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടിയിരിക്കുകയാണോ അതോ അതേ നിലവാരത്തിൽ തന്നെയാണോ? ഞാൻ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിച്ച ആളായിരുന്നു. പക്ഷേ നമ്മുടെ ആനക്കൊമ്പ് കേസ് വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസമൊക്കെ തകർന്നു. ചെക്ക് പോസ്റ്റുകളിൽ അധികം ചെക്ക് ചെയ്യുന്നതെന്ന് മദ്യമാണ്. മദ്യം കൊണ്ട് അത് ഏറ്റവും വലിയൊരു കുറ്റമായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു കുപ്പി മദ്യം അങ്ങോട്ട് കൊണ്ടുപോകാൻ അവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലാതെ വേറൊന്നും അധികം ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ വേറെ ഉണ്ട്, വനം വകുപ്പിൽ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ ഒരു ദുരിത ജീവിതം. അതെ, പക്ഷെ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. എന്നാലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അവരുടെ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ വന്ന് ഒരു 2 ദിവസമൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് പിന്നെ അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം, സൗകര്യങ്ങൾ കൊടുക്കണം. ഈ യാത്രകളിൽ ഈ മഴക്കാലത്തും വേനൽക്കാലത്തും യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം വനത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ മഴക്കാലവും വേനൽക്കാലവും തമ്മിലുള്ള വ്യത്യാസം? ഈ മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്താലും ഒന്നും അറിയില്ല, മൃഗങ്ങളൊന്നും അറിയില്ല നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ സ്മെല്ല് പരക്കില്ല, പിന്നെ നമ്മുടെ ചവിട്ടടി ശബ്ദം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഏത് ജീവിയുടെയും ഒരുപാട് അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റും. വേനൽക്കാലം അങ്ങനെയല്ല. വേനൽക്കാലത്ത് കാറ്റുണ്ടാവും, സ്മെല്ല്, പിന്നെ നമ്മൾ ചവിട്ടുമ്പോൾ ഉണങ്ങി കിടക്കാൻ ഭയങ്കര ശബ്ദമായിരിക്കുള്ളൂ.
അപ്പോൾ ചെറിയൊരു ഇല വീഴുന്ന ശബ്ദം വരും, പടക്കം പൊട്ടുന്ന പോലെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും ചെവിയിൽ. അപ്പം പിന്നെ അവരുടെ വീട്ടിലാണിത് സംഭവിക്കുന്നത്. അത് ഭയങ്കര ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഈ അട്ട പോലുള്ളതൊക്കെ ഈ മഴക്കാലത്ത് അതെ. പിന്നെ അത് ഈ പറഞ്ഞ പോലെ അട്ടയുള്ള കാടെന്ന് പറഞ്ഞാൽ സമ്പന്നമായ കാടെന്ന് അർത്ഥം. ആ മണ്ണ് ബെസ്റ്റ് മണ്ണാണെന്ന് അർത്ഥം. പിന്നെ കാട്ടിൽ പോകുന്നൊരു അട്ടകടിയൊക്കെ കൊള്ളണം, അതൊക്കെ വേണമല്ലോ. കാട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവരുതല്ലോ. അപ്പൊ അതൊക്കെ സഹിച്ചു വേണം കാട്ടിൽ പോവാൻ. കാടിന്റെ കാവൽക്കാരാണ് ഇത്. ഈ അട്ടകടിയൊക്കെ പോലുള്ളത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നേരത്തേക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ തട്ടിക്കളയും, ഇങ്ങനെ എടുത്ത് അതെ. ഇപ്പൊ ഉപ്പുണ്ടെങ്കിൽ പോവും. പിന്നെ നേരത്തെ ആദിവാസികൾ ഇവ നമ്മൾ നേരത്തെ പറഞ്ഞ കുമാരനൊക്കെ എന്ത് ചെയ്യുന്നു, അവരെപ്പോഴും ഈ പുകല ചവച്ചുകൊണ്ടിരിക്കും. പുകല ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അട്ട കടിക്കുമ്പോൾ അപ്പം തന്നെ തുപ്പ് അങ്ങോട്ട്. അതെ അതെ. അപ്പം നമ്മൾ പുകലപ്പൊടി വാങ്ങിയിട്ട് എണ്ണ തേച്ചിട്ട് കാൽമ പുരട്ടും. അപ്പം നനഞ്ഞാലും പുകലപ്പൊടി പോവില്ല. അതുപോലെ തന്നെ ഈ പാമ്പ്, പലതരം പാമ്പുകളുണ്ടല്ലോ. ഈ പാമ്പുകളെ ഈ യാത്രയിൽ നമ്മൾ ഭയപ്പെടുന്നതുണ്ടല്ലേ? രസകരമായൊരു കഥയുണ്ട് ഇതിൽ. അത് ഒരു ദിവസം ഈ കുമാരൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ 4 ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നൊക്കെയാണ്. അപ്പം മുത്തയ്യ എന്നാണ് ജ്യേഷ്ഠൻ്റെ പേര്. മൂപ്പരുടെ പുരയിൽ ഞങ്ങൾ കിടക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് അവരുടെ വീടൊക്കെ? വീട് മണ്ണ്, അതായത് നടുക്ക് ഈറ്റ വെച്ചിട്ട് ആ മണ്ണ് വെച്ച് പൊത്തുമോ, നല്ല തണുപ്പാണ്. ഈറ്റ ഓല, പിന്നെ ഈറ്റ ഇങ്ങനെ മുകളിൽ വിരിച്ചിട്ട് തട്ടുണ്ട്. പിന്നെ കിടക്കുന്ന ഭാഗത്തും അവര് ഈ മുളയൊക്കെ തട്ടി ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കുന്ന. അപ്പൊ ഞങ്ങളന്ന് പായ എന്ന് പറഞ്ഞാൽ ഇവര് നെയ്ത പായ ഉണ്ട്. അത് ഭയങ്കര പുല്ലല്ല, ഈറ്റ. അത് പ്രത്യേക ഒരു ഈറ്റ ഉണ്ട്. അതിൽ നെയ്ത പായ ചുരുട്ടിക്കഴിഞ്ഞ് ഇത്രയും ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈറ്റയുടെ കുഴലിൽ കയറ്റും. ഇന്നിപ്പോൾ അവരൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ, ഇത്രയും ഉണ്ടാവുള്ളൂ. അതിൻ്റെ അകത്ത് ഈ പായ ഉണ്ടാവും. അത്ര സോഫ്റ്റുള്ള ഈറ്റ ഉണ്ട്. പല ടൈപ്പ് ഈറ്റ ഉണ്ടല്ലോ, അങ്ങനെ ഈറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ കിടക്കാൻ ഞങ്ങൾ 4 പേരും കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മേലെ കടകടാന്ന് പറഞ്ഞ് ഒച്ച. അപ്പോൾ കൂടെ വന്നവർ ആദ്യമായിട്ട് കാട്ടിൽ വന്നൊക്കെയാണ്. അപ്പോൾ എന്താടാ ഇത് എന്ന് വെച്ച്. അപ്പോൾ ഞാൻ മുത്തയ്യ എന്താണെന്ന് വെച്ച്, അത് ഷാറ നെല്ലിട്ടിട്ടുണ്ട്, അപ്പോൾ എലി ആയിരിക്കും എന്ന് പറഞ്ഞു. എലി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചെയ്യും, എലി വല്ല പ്രശ്നം ഉണ്ടാക്കാം. ഇല്ല ഷാറെ, അവിടെ പാമ്പുണ്ട്, പാമ്പ് പിടിച്ചു വരില്ല. ഇവന്മാർ ചാടി പുറത്തിറങ്ങിയ പാമ്പ് മൂർഖനാണ്. ഇവർക്കതൊരു വിഷയമില്ല. പാമ്പ്, എലി, അതൊക്കെ അവരുടെ ഇതിലുള്ള ആവാസ വ്യവസ്ഥ. അത് തന്നെ, ഇത് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നാട്ടുകാർക്ക് വലിയ പ്രശ്നമാണത്. നമ്മൾ ഞെട്ടും. അതാണ് ഫോറസ്റ്റ് ഗാർഡ്മാർ പറയും, ഇവൻ്റെ കൂടെ പോരുത്, ഇവൻ വട്ടനാണ്, ഇവൻ ഓട്ടോ ഫോക്കസ് ക്യാമറയും കൊണ്ട് കാട്ടുപോത്തിൻ്റെ കണ്ണിൻ്റെ ക്ലോസപ്പ് എടുക്കാൻ പോകുന്ന ആളാണ്, ഇവൻ്റെ കൂടെ പോയാൽ അവിടെ എത്തി പോയിപ്പോഴും എന്ന് പറയാൻ. അല്ല, നമ്മൾ അത്രയും ഇതാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ ഈ ചെയ്തുള്ള ഒരു പരിശീലനം മാത്രം മതിയോ? അതിലൊരു കുറച്ചൊരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും ഒരാൾ പരിശീലനം തരിക വേണ്ടേ? ഞാൻ സ്വന്തമായിട്ടാണ് അങ്ങനെ പഠിച്ചത്. പക്ഷേ ഇതിലെല്ലാം ഉപരി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പഠിക്കേണ്ട ഒരു വിഷയം കാട്. ഫോട്ടോഗ്രാഫി ഒന്നുമില്ല പഠിക്കണ്ട, കാടിനെ കുറിച്ച് തന്നെ പഠിക്കണം. നമ്മളിങ്ങനെ നിൽക്കുന്നു, നമ്മുടെ കൂടെ വന്ന ആൾ എപ്പോഴും ഇതിനെയൊക്കെ ഉപദ്രവിക്കുന്ന ആളാണ്, നമുക്ക് അറിഞ്ഞുകൂടാറുണ്ട്. അവിടെ നിന്ന കാട്ടത്ത് ഓടി വന്നിട്ട് ഇയാളുടെ പുറകെ നമ്മുടെ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറി. കാട്ടുപോത്ത് ഞങ്ങളെ മൈൻഡ് ചെയ്ത് ഇയാളുടെ പുറകെ പോയി. ആണല്ലേ? ഇയാൾ ഓടി. അതുപോലെ തന്നെ ഈ കഞ്ചാവ് വേട്ടയ്ക്ക് പോയ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. പാമ്പാൻ ഷോലിൽ കഞ്ചാവ് പിടിക്കാൻ പോയിട്ടുണ്ട്, പറമ്പിക്കുളത്ത് പോയിട്ടുണ്ട്, പിന്നെ ചിമ്മിനിയിൽ പോയിട്ടുണ്ട്. അതായത് നിങ്ങളെ കൂടെ കൂട്ടുന്ന വനം അറിയുന്ന ആളുകൾ എന്നുള്ളതല്ലോ? അതെ അതെ. റേഞ്ച് ഓഫീസർ പറഞ്ഞ്, ജോസെ വെടിവെക്കുമ്പോൾ കാൽമ വെടിവെക്കുക കേട്ടോ, മേത്തൊന്നും വെടിവെക്കില്ല. അപ്പം ഇത്രയും ഉള്ള കാടിൻ്റെ അകത്ത് കാലെവിടെ നിന്ന് കാണാനാണ്. എന്നാൽ അത് കത്തിക്കണം, വലിയൊരു അവസ്ഥയുണ്ട്. ഇത് കത്തിക്കുമ്പോൾ ആ ഭാഗത്തെങ്കിലും നമുക്ക് നിൽക്കാനും പറ്റില്ല. ഇത് കഞ്ചാവ് കൂടി കത്തിച്ചു കഴിഞ്ഞ് തലയൊക്കെ ഇങ്ങനെ ഇതായി പോകുന്ന പോലെ ഇതിന്റെ പുക ഇതാണല്ലോ വലിച്ചു കയറ്റുന്നത്. കത്തിച്ച പിന്നെ ആ പ്രദേശത്ത് നമ്മളെ കൂടി രക്ഷപ്പെടുന്നു. അവിടെ ഋഷിയേശിലൊക്കെ ചെന്നപ്പോൾ പേരെന്താന്ന് വെച്ചപ്പോൾ സഗീർ നായരാണോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്കിത് മനസ്സിലാവില്ല. അപ്പം മുഹമ്മദ് ഹാഷിം പറഞ്ഞത് ഇത് നസീർ നായർ, അത് സഗീർ നായർ. അന്ന് കേരളത്തിലെ ആൾക്കാർ അങ്ങനെയാണ്. ഇവിടെ നിൽക്കുമ്പോഴോ കാട്ടിൽ നിൽക്കുമ്പോഴോ എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇത്തിരി അസ്വസ്ഥയുണ്ട്. നിങ്ങൾ ഈ നസീർ ഇക്കാന്നും പറഞ്ഞ് വിളിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ മുസ്ലിമാണെന്ന്. പിന്നത്തെ ചിന്തിതരും അതിൽ മുജാഹിദാണ്, സുന്നിയാണ്, ജമാഅത്താണ്, ഈ ചിന്ത എല്ലാവർക്കും വരും. പക്ഷെ ഒരു കരടിയുടെ, കാട്ടുപോത്തിൻ്റെ, പുലിയുടെ മുമ്പിൽ നിന്ന് അവർക്ക് ആ ചിന്ത തോന്നില്ല.